കാസർഗോഡ് മൂന്നാം കടവ് കൂവാരയിൽ ഉരുൾപൊട്ടലിൽ വ്യാപക കൃഷിനാശമുണ്ടായി. ജനവാസ മേഖലയല്ലാത്തതിനാൽ ആളപായമില്ല. മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ എല്ലാ മഴക്കാലത്തും വെള്ളം കയറുന്ന പതിവിന് ഇത്തവണയും മാറ്റമുണ്ടായില്ല. ഇന്നലെ രാത്രിയും പുലർച്ചെയുമായി പെയ്ത മഴയിൽ ശ്രീകോവിലിന്റെ പടിക്കെട്ട് വരെ വെള്ളമെത്തി. ക്ഷേത്രത്തിന് സമീപത്തെ കടകളിലും വെള്ളം കയറി. ഉച്ചയ്ക്ക് ശേഷം മഴ മാറി നിന്നതോടെ വെള്ളം ഇറങ്ങിത്തുടങ്ങി. ദേശീയപാതയിൽ ബേവിഞ്ചയിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മധുവാഹിനിപ്പുഴ കരകവിഞ്ഞൊഴുകിയതോടെ പട്ളയിൽ 10ലേറെ വീടുകളിൽ വെള്ളം കയറി. ആളുകളെ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് തോണിയിലും റെസ്ക്യൂ ബോട്ടിലുമാണ് രക്ഷപ്പെടുത്തിയത്. കുറ്റിക്കോലിൽ കൈവരിയില്ലാത്ത പാലത്തിൽ നിന്ന് കാർ പുഴയിലേക്ക് വീണ് യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കനത്ത മഴയിൽ പള്ളഞ്ചിപ്പുഴയിൽ നിന്ന് വെള്ളം കയറി പാലം മൂടിയ നിലയിലായിരുന്നു. കാഞ്ഞങ്ങാട് നിന്നും പുത്തൂരേക്ക് പോവുകയായിരുന്ന കാഞ്ഞങ്ങാട് സ്വദേശികളായ റാഷിദ്, തസ്രീഫ് എന്നിവരാണ് രക്ഷപ്പെട്ടത്. പുഴകളിൽ നീരൊഴുക്ക് കുറഞ്ഞതും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ഇറങ്ങി തുടങ്ങുന്നതും താൽക്കാലികമായി ആശ്വാസം നൽകുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.